2022 ക്രിസ്മസ് എക്സാം ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദ ലാറ്ററൽ ഫേസസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഇക്വിലാറ്ററൽ ട്രയാംഗിൾസ്. ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഈസ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ സ്ക്വയർ പിരമിഡിൻ്റെ ലാറ്ററൽ ഫേസുകളെല്ലാം ഇക്വിലാറ്ററൽ ട്രയാംഗിൾസ് ആണ്. ഒരു ബേസ് എഡ്ജ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. അതായത് ബേസ് എഡ്ജ് എന്താണ്? എ എത്രയാണ്? 10 ആണ്. എയും ഇയും ഒക്കെ എന്ത് തന്നെയാണ്? 10 ആണ്. കാരണം അത് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ അല്ല. ഇക്വിലാറ്ററൽ ട്രയാംഗിളിൻ്റെ എഡ്ജസ് എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഫൈൻഡ് ദ സം ഓഫ് ദ ലെങ്ത് ഓഫ് ഓൾ ഇറ്റ്സ് എഡ്ജസ്. എല്ലാ എഡ്ജുകളുടെയും എന്ത് കാണുക? സം കാണുക. എത്ര എഡ്ജുകളാണ് ഉള്ളത്? 8 എഡ്ജ് അല്ലേ. അപ്പോൾ ഒന്നിൻ്റെ ലെങ്ത് 10 ആണെങ്കിൽ 8 എഡ്ജിൻ്റെ എത്രയാണ്? 8 × 10 എത്രയാണ്? 80 സെൻറ്റിമീറ്റർ. ഇനി ബി ക്വാർട്ടർ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സ്ലാൻഡ് ഹൈറ്റ്? സ്ലാൻഡ് ഹൈറ്റ് എൽ കാണാനായി എൽ സ്ക്വയർ കാണാനുള്ള ഫോർമുല E² - A/2 ദി ഹോൾ സ്ക്വയർ. E² ഇവിടെ എത്ര തന്നെയാണ്? 10 സ്ക്വയർ. അപ്പോൾ A/2 എന്ന് പറയുമ്പോൾ 10 ഹാഫ് ആയ 5 സ്ക്വയർ അല്ലേ. അപ്പോൾ 100 - 25 ഈക്വൽസ് എത്രയാണ്? 75. അപ്പോൾ L² ആണ് 75. therefore L = √75. √75 ഒന്നിനെ നമുക്ക് 25 × 3 എന്ന് എഴുതാം. 25 × √5. അപ്പോൾ 5√3. അപ്പോൾ എൽ എത്രയെന്ന് കിട്ടി? 5√3 സെൻറ്റിമീറ്റർ. സി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇറ്റ്സ് ഹൈറ്റ്? ഹൈറ്റ് കാണാനായിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കാൻ H² = L² - A/2 ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഫോർമുല യൂസ് ചെയ്യുക. L² എത്രയാണ്? L² നമുക്ക് 75 എന്നല്ലേ കിട്ടിയത്. A/2 എന്ന് പറയുമ്പോൾ 10/2. 10/2 5 സ്ക്വയർ 25. എത്രയാണ്? മൈനസ് ചെയ്യുമ്പോൾ 50. therefore H = √50. √50 നമുക്ക് 25 × 2 എന്ന് എഴുതാം. 25 × 2. 25 × √5. 5√2 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ്. ഡി പാർട്ട് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇറ്റ്സ് വോളിയം. സ്ക്വയർ പിരമിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1/3 A²H. ദാറ്റ് ഈസ് 1/3 A² എന്ന് പറയുമ്പോൾ 10 സ്ക്വയർ 100. H 5√2. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 100 500 √2/3 അത്രയും സെൻറ്റിമീറ്റർ ക്യൂബ്. വോളിയത്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ക്യൂബ്. 23 ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. എ കോൺ ഓഫ് റേഡിയസ് 12 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഹൈറ്റ് 15 സെൻറ്റിമീറ്റേഴ്സ് ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻറ്റു സ്പിയേഴ്സ് ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റേഴ്സ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്പിയേഴ്സ് ക്യാൻ ബി മെയ്ഡ് ബൈ മെൽറ്റിംഗ് ദ കോൺ. അപ്പോൾ റേഡിയസ് 12 സെൻറ്റിമീറ്ററും അതുപോലെ ഹൈറ്റ് 15 സെൻറ്റിമീറ്ററും ഉള്ള ഒരു കോൺ ഉണ്ടായിരുന്നു. ഈ കോണിനെ മെൽറ്റ് ചെയ്ത് ഉരുക്കി റീകാസ്റ്റ് ചെയ്ത് സ്പിയേഴ്സ് ഉണ്ടാക്കി. ഉണ്ടാക്കിയ സ്പിയറിൻ്റെ റേഡിയസ് എത്രയാണ്? സ്പിയറിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര സ്പിയറുകൾ നിർമ്മിച്ചു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തെങ്കിലും ഒരു സോളിഡ് മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്ത് വേറൊരു സോളിഡാക്കി മാറ്റുകയാണെങ്കിൽ അതിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ ഏറ്റവും വലിയ സോളിഡിൻ്റെ വോളിയത്തിനെ ചെറിയ സോളിഡിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്കിവിടെ സോളിഡ്സ് എന്ന് പറയുന്നത് ആദ്യം കോണാണ്. അപ്പോൾ വോളിയം ഓഫ് കോണിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല 1/3 πr²H. ദാറ്റ് ഈസ് 1/3 πr എന്ന് പറയുന്നത് 12 ആണ്. 12 സ്ക്വയർ × H എന്ന് പറയുന്നത് 15 ആണ്. അത് അങ്ങനെ കിടക്കട്ടെ. നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോകും. അപ്പോൾ അടുത്തത് വോളിയം ഓഫ് സ്പിയർ ആണ്. സ്പിയറിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല 4/3 πr³. 4/3 π. സ്പിയറിൻ്റെ റേഡിയസ് എത്രയാണ്? 3. അപ്പോൾ 3യുടെ ക്യൂബ്. ഇനി നമ്പർ ഓഫ് സ്പിയേഴ്സ്. അപ്പോൾ നമ്മൾ കോണിനെ ഉരുക്കി സ്പിയേഴ്സ് ഉണ്ടാക്കിയല്ലോ. ആ നമ്പർ ഓഫ് സ്പിയേഴ്സ് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് കോണിനെ വോളിയം ഓഫ് സ്പിയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വോളിയം ഓഫ് കോൺ എത്രയാണ്? 1/3 π. 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 × 12 × 15 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സ്പിയർ എത്രയാണ്? 4/3 π 3 ക്യൂബ്. അതായത് 3 × 3 × 3. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 3യും 12ഉം കൂടെ ക്യാൻസൽ ചെയ്ത് 4 ആകുന്നു. ഈ 3യും 12ഉം കൂടെ ക്യാൻസൽ ചെയ്ത് 4 ആകുന്നു. ഈ 3യും 15ഉം കൂടെ ക്യാൻസൽ ചെയ്ത് 5 ആകുന്നു. നോക്കാം ഇവിടെ എന്തൊക്കെയുണ്ട്. മുകളിൽ 1/3 ഉണ്ട്, പൈ ഉണ്ട്, 4 × 4 × 5. അടിയിലാണെങ്കിലോ 4/3 ഉണ്ട്, പൈ ഉണ്ട്. ഇവിടെ പൈ ക്യാൻസലായി കളയാം കേട്ടോ. ഇവിടെ സോറി, പൈ ക്യാൻസലായി കളയാം. അപ്പോൾ 4/3 മാത്രം. അപ്പോൾ ഇവിടെ ഈ 4ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്തുവരും? പിന്നെ ഈ 3യും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 4 × 5 എത്രയാണ്? 20. അപ്പോൾ 20 സ്പിയർ നമുക്ക് നിർമ്മിക്കാം. അടുത്ത ചോദ്യം 2023 ക്രിസ്മസ് എക്സാമിന് ചോദിച്ചത് തന്നെയാണ്. എ ടെൻറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ കോൺ വിത്ത് ബേസ് റേഡിയസ് 20 മീറ്റേഴ്സ് ആൻഡ് ഹൈറ്റ് 15 മീറ്റേഴ്സ്. ഒരു ടെൻറ്റ് ഉണ്ടായിരുന്നു. ആ ടെൻറ്റ് കോണിൻ്റെ ഷേപ്പിലാണ്. കോണിൻ്റെ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് 20 മീറ്ററാണ്. 20 മീറ്ററും ഹൈറ്റ് എത്രയാണ്? 15 മീറ്ററുമാണ്. കോൺ അറിയാലോ, ഇതാണ് കോണിൻ്റെ ഷേപ്പ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ടെൻറ്റ് ഉണ്ട്. അതിൽ റേഡിയസ് ഉണ്ട് 20 എന്നും അതുപോലെ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 15. നമുക്ക് ഈ പാർട്ടിൽ കണ്ടുപിടിക്കാനുള്ളത് സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒരു ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ പൈതഗോറസ് തിയറം വെച്ചാൽ L² = H² + R². H² എത്രയാണ്? 15 സ്ക്വയർ, R² 20യുടെ സ്ക്വയർ, 15ൻ്റെ സ്ക്വയർ 225, 20യുടെ സ്ക്വയർ 400. ആഡ് ചെയ്യുമ്പോൾ 625 എന്ന് വരുന്നു. ദാറ്റ് ഈസ് L = √625 = 25. അതായത് സ്ലാൻഡ് ഹൈറ്റ് 25 മീറ്റർ ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ. ഹൗ മച്ച് സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് ക്യാൻവാസ് ഈസ് നീഡഡ് ടു മേക്ക് ടെൻറ്റ് നിർമ്മിക്കുന്നതിന് എത്ര ക്യാൻവാസ് വേണം? അപ്പോൾ ക്യാൻവാസ് നമുക്ക് ടെൻറ്റിന് ഇത്രയും ഭാഗത്ത് മാത്രം എന്ത് ചെയ്താൽ മതി? ക്യാൻവാസ് മതി. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കർവ്ഡ് സർഫസ് ഏരിയയാണ്. കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ π × r × L πRL ആണ്. അപ്പോൾ π × rൻ്റെ വാല്യൂ 20, Lൻ്റെ വാല്യൂ 25. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 500 π
മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. കർവ്ഡ് സർഫസ് ഏരിയ. സി ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാൻവാസ് നീഡഡ് ടു മേക്ക് ദ ടെൻറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 60 rupees per സ്ക്വയർ മീറ്റർ. സ്ക്വയർ മീറ്ററിന് 60 രൂപ വെച്ച് എത്ര ക്യാൻവാസ് വേണം, എത്ര മീറ്റർ ക്യാൻവാസ് ആവശ്യമുണ്ട് ടെൻറ്റ് നിർമ്മിക്കാൻ? ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനായി ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനായി ഈ 60നെ 500 പൈ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. പൈയുടെ വാല്യൂ എത്രയാണ്? 3.14. എല്ലാം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 94,200 rupees എന്ന് കിട്ടും.